അങ്ങനെ പുതിയ പവർ ടീം അധികാരത്തിൽ വന്നിരിക്കുകയാണ്. 6 പേരെ ഋഷി സെലക്ട് ചെയ്തു പവർ റൂമിലേക്ക്. പക്ഷെ ബിഗ് ബോസ് പറഞ്ഞു പറ്റത്തില്ല, ഒള്ളി 4 പേർ. അതിനപ്പുറത്തേക്ക് ഇനി പോയാൽ ഇവിടുത്തെ ആളംഗം എല്ലാ ടീമിനും കൂടെ നിങ്ങൾക്ക് ഇടാനായിട്ട് തികയത്തില്ല എന്ന് പറയുകയാണ്. ഇന്നലെ രാത്രി സിജോയുടെ ഗെയിം ശരണ്യയുടെ അടുത്ത് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണ് ഇന്നലെ രാത്രിയിലത്തെ സംഭാഷണം, ജാസ്മിൻ്റെ ഇന്നലത്തെയും അവസ്ഥ എന്താണ്, ലൈവിൽ ഇപ്പോൾ എന്തോന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഋഷി ക്യാപ്റ്റനായി, പവർ റൂം തിരിച്ചു, ഡെന്ന് തിരിച്ചു, നെസ്റ്റ് തിരിച്ചു, ടണൽ തിരിച്ചു. അങ്ങനെ ഒരു പുതിയ ഗെയിം വെർഷൻ 2.0 സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ചലഞ്ചേഴ്സ് വരും. അപ്പോൾ ആകെ മൊത്തം കളി മാറും. പറയാം ലൈവ് വിശേഷങ്ങൾ. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നലെ രാത്രിയിലത്തെ സംഭവം ആദ്യം പറയാം. സിജോയും ശരണ്യയും കൂടെ പുറത്തിരുന്ന് ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. സിജോ പറയാണ്, എനിക്ക് പഴയതുപോലെ ശബ്ദമെടുക്കാനോ അലച്ചു കീറാനോ ബഹളം വെക്കാനോ പറ്റത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലാവും. കാരണം ഒരു വിധമാണ് എൻ്റെ വാ ശരിയായി ഇരിക്കുന്നത്. അപ്പം എൻ്റെ ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ്. ഈ പറയും പോലെ ഇനി ഒരുപാട് സാധനങ്ങൾ വരാൻ ഇവിടെ ബാക്കിയുണ്ട്. ഒത്തിരി സാധനങ്ങൾ ഓൺ ദ വേ ആണ്. പവർ റൂമിനകത്ത് ഇനി ആര് പോയി കഴിഞ്ഞാലും അവർക്ക് ഏതെല്ലാം രീതിയിൽ കളിക്കാം എന്നുള്ളതിന് ഇനി 4 ആഴ്ച മാത്രമേ സമയം ബാക്കിയുള്ളൂ. കാരണം ഇനി ടിക്കറ്റ് ടു ഫിനാലെ വരാൻ കിടക്കുകയാണ്, കോയിൻ മണി പണപ്പെട്ടി ടാസ്ക് വരാൻ കിടക്കുന്നു, ഫാമിലി വീക്ക് വരാൻ കിടക്കുന്നു, പഴയ കണ്ടസ്റ്റൻസ് വരാൻ കിടക്കുന്നു. അപ്പോൾ ഇത് എല്ലാം കൂടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പം ഇനി മൊത്തം 4 ആഴ്ചയും കൂടി നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം കളി എന്ന് പറഞ്ഞ സാധനം ഇല്ല. പവർ റൂമും 4 ആഴ്ചയെ മാക്സിമം കാണുള്ളൂ. ഈ 4 ആഴ്ചയിൽ ഇതിനകത്ത് ഇനി ആരൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കളിക്കും, അതാണ് ഇനി ബാക്കിയുള്ള കളികൾ എന്ന് സിജോ പറഞ്ഞ് ശരണ്യടുത്ത് കാര്യങ്ങൾ ഒത്തിരി നേരം സംസാരിച്ച് ഇനി നമുക്ക് നാളെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്ന് പറയുന്നു. ശരണ്യടുത്ത് വ്യക്തമായിട്ട് ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരണ്യയും ഈ പറയുന്ന സിജോയും കൂടെ ഒത്തു നിന്ന് കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറേ മുന്നോട്ട് പോകാൻ പറ്റും. അത് ഇന്നലത്തെ ലൈവിൽ ഇവർ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നമ്മൾ നിൽക്കട്ടെ. ജാസ്മിൻ ഇന്നലെ ഭയങ്കര വിഷമമാണ്. ലൈവിൽ ഗബ്രി എനിക്ക് നിന്റെ ചിരി മിസ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് ആക്ടിവിറ്റി ഗാർഡൻ ഏരിയയിൽ ഒറ്റയ്ക്കിരിക്കുന്നു. നേരെ റൂമിൽ പോയി വിഷമിച്ച് ഗബ്രിയുടെ ഫോട്ടോ എല്ലാം എടുത്ത് നോക്കി പുതപ്പിൻ്റെ അടിയിൽ ഭയങ്കര വിഷമത്തിൽ കരഞ്ഞ് വിളിച്ച് കിടക്കുവാണ്. റസ്മിനുമായിട്ട് ഇന്ന് രാവിലെ റസ്മിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ബന്ധത്തിന് നീ ക്വസ്റ്റ്യൻ ചെയ്ത് നീ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തല്ലോ റസ്മിനെ, അതെനിക്ക് ഭയങ്കരമായ വിഷമമായി. നിനക്ക് പോലും സത്യാവസ്ഥ അറിയില്ല. നമ്മുടെ ബന്ധം അതാണ്. നമ്മൾ ചിരിക്കും, കളിക്കും, അടികൂടും, ഇടികൂടും, വഴക്ക് പറയും, പിണങ്ങിയിരിക്കും, ഒക്കെ ഇരിക്കും. നമ്മുടെ ബന്ധം അതാണ്. നമ്മുടെ ബന്ധത്തിന് നമ്മൾ പേര് പറയുന്നില്ല. നീ ചോദിച്ചല്ലോ, വേറെ ആര് ചോദിച്ചു കഴിഞ്ഞാലും ഞാനത് സഹിച്ചേനെ, പക്ഷെ നീ അത് ചോദിച്ചത് എനിക്ക് വിഷമമായി റസ്മിനെ എന്നെല്ലാം പറയുന്നതാണ് രാവിലെ. അതിനുശേഷം ഈ പറയുന്ന പോലെ അൻസിബ ഋഷിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനത്തെ പുതിയ കാര്യങ്ങളെല്ലാം നീ കൊണ്ടുവരണം. നീ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ നീ ഈ കാര്യത്തിന് ഓരോ റൂമും അവരവർ തന്നെ ക്ലീൻ ചെയ്യണമെന്ന് പറയുന്ന ഒരു പുതിയ റൂൾ നീ കൊണ്ടുവരണം. അവർ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കുമെന്നുള്ള റൂൾ നീ കൊണ്ടുവരണം. അപ്പോൾ പുതിയ ക്യാപ്റ്റൻ ഇംപ്ലിമെൻ്റ് ചെയ്ത കുറേ സാധനങ്ങളാകും എന്ന് പറയാണ്. അൻസിബ പറഞ്ഞു കൊടുക്കുന്നതിന് തെറ്റില്ല. പക്ഷേ ഋഷി ഇത് പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യുന്നോ അതോ റിജക്റ്റ് ചെയ്യുന്നോ കുറേ തൻ്റെതായിട്ടുള്ള ക്രിയേറ്റിവിറ്റീസ് ആഡ് ചെയ്യുന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും ഈ പറയുന്ന ഋഷി ശ്രദ്ധിക്കുന്നില്ല. ഋഷി ഈ പറയുന്ന പോലെ സേഫ് ഗെയിമേഴ്സിനെ എല്ലാം പിടിച്ചുകൊണ്ട് എവിടെ ഇട്ടു? പവർ റൂമിൽ കൊണ്ടിട്ട് കളിച്ചിരിക്കുകയാണ്. അടുത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, ഓരോ ടീമിലേക്കും അംഗങ്ങളെ സെലക്ട് ചെയ്യാൻ പറയുന്നു. ആദ്യം ഋഷിയെ ക്യാപ്റ്റനായിട്ട് ബാൻഡൊക്കെ ധരിപ്പിച്ച് ഋഷി പവർ റൂമിലേക്ക് റസ്മിൻ, അഭിഷേക്, നോറ, അൻസിബ, നന്ദന, സായി ഇവരെ 6 പേരെ സെലക്ട് ചെയ്യാണ്. ബിഗ് ബോസ് പറയുന്നു ഋഷി 6 പേരെ പറ്റത്തില്ല, ഇവിടെ ആളംഗം കുറഞ്ഞു വരികയാണ്, പരമാവധി 4 പേർ. അങ്ങനെ കഴിഞ്ഞ ആഴ്ച പവർ റൂമിലുണ്ടായിരുന്ന നന്ദനയും സായിയും പവർ റൂം വിട്ടുകൊടുക്കുന്നു. അങ്ങനെ റസ്മിൻ, അഭിഷേക്, നോറ, അൻസിബ ഇവർ 4 പേരും ഏതിനകത്ത് വരുന്നു? പവർ റൂമിനകത്ത് വരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ചയും ഒരു അൺഫെയർ എവിക്ഷൻ തന്നെ നടക്കും. അത് റൂളിൽ മാറ്റം വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ആഴ്ച റൂൾ മാറ്റം വരും. എല്ലാവരെയും ചിലപ്പം നോമിനേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉള്ള അവസരം ചിലപ്പോൾ കിട്ടും. അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. കാരണം പുറത്ത് നിൽക്കുന്ന ഫുൾ സ്ട്രോങ് പ്ലെയേഴ്സാണ്, ഫുള്ള് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആരൊക്കെ? ജിൻഡോ, അർജുൻ, ശ്രീതു, ജാസ്മിൻ, സിജോ, ശ്രീരേഖ, അപ്സര, ശരണ്യ, നന്ദന, സായി എല്ലാവരും കളിക്കുന്ന ആൾക്കാരാണ്.
ഈ പറഞ്ഞ പവർ റൂമിനകത്തുള്ളവരാണ് ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന കണ്ടസ്റ്റൻസ്. ആരൊക്കെ? നമ്മുടെ റസ്മിൻ, അഭിഷേക്, നോറ, അൻസിബ. 4 സൈലന്റ് പീസുകളും പവർ റൂമിനകത്ത്, 4 പേരും സേവ്ഡ്. അത് ഋഷി മനഃപൂർവ്വം അൻസിബ പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് അൻസിബയെ പിടിച്ച് അതിനകത്ത് ഇട്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പായിട്ട് കളിച്ചിട്ടല്ലേ നമ്മളെ ജയിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് ആരെ അഭിഷേകിനെയും നോറയെയും റസ്മിനെയും പിടിച്ചിട്ട് അതിനകത്ത് ഇട്ടതെന്നാണ് എനിക്ക് തോന്നിയത്. ഇനി ഡെന്ന് ടീമായിട്ട് ജിൻഡോ, അർജുൻ, ശ്രീതു ഇവരെ 3 പേരെയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ജിൻഡോ നേരത്തെ കിടന്ന് കരയുന്നുണ്ടെന്ന് എനിക്കൊരു മെയിലിനെ തരണേ, എനിക്ക് മെയിലില്ലേ എന്ന് കരഞ്ഞു കഴിഞ്ഞാണ് ജിൻഡോയ്ക്ക് അർജുനെ കൊടുത്തത്. പക്ഷേ ആ ടീമിലേക്ക് ശ്രീതു വന്നു. അപ്പോൾ ഇവരുടെ കോംബോ ഇനി കൂടുതൽ വർക്കൗട്ട് ആവും, ആരുടെ? അർജുൻ്റെയും ശ്രീതുവിൻ്റെയും. ഇനി അടുത്ത് നെക്സ്റ്റ് ടീം. നെക്സ്റ്റിന് ജാസ്മിൻ, സിജോ, ശ്രീരേഖ ഇവർ 3 പേരാണ്. ഞാൻ കാത്തിരുന്ന ഒരു കോംബോയാണ് സത്യം പറയാമല്ലോ. ജാസ്മിനും സിജോയും, ജാസ്മിൻ്റെ പുറമേയുള്ള ബുദ്ധിയും സിജോയുടെ അകമേയുള്ള ബുദ്ധിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതൊരു അടാറ് കളിയാവുമെന്ന് ഞാൻ തുടക്കത്തിൽ വിശ്വസിച്ചിരുന്നു. ഇവരുടെ 2 പേരുടെയും കൂടെ ഒരു ഗ്രൂപ്പ് വർക്ക് കാണണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന സാധനമാണ്. ഏത്? ജാസ്മിൻ്റെയും സിജോയുടെയും. ഇവർ 2 പേരുടെ ഒത്ത് പിടിച്ചു കഴിഞ്ഞാൽ ബഹുദൂരം മുന്നിലേക്ക് ഇവർക്ക് 2 പേർക്കും പോകാൻ പറ്റും. കാരണം 2 പൊട്ടൻഷ്യലുള്ള കണ്ടസ്റ്റൻസ് ആണ്. 2 പേർക്കും പേഴ്സണൽ ടാർഗറ്റ് ഇല്ല, 2 പേർക്കും ഗ്രഡ്ജ് ഇല്ല. ഒരാളെ ടാർഗറ്റ് ചെയ്ത് 2 പേരും കളിക്കുന്നില്ല. ഇവരുടെ 2 പേരുടെയും ജാസ്മിൻ്റെയും സിജോയുടെയും കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ്, 2 പേരും ഗെയിമേഴ്സ് ആണ്, കളിക്കുന്നുണ്ട്. ഇവർ 2 പേരുടെ ഉള്ള ഒരു കോംബോ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സാധനമാണ്. ഇവർ ഗ്രൂപ്പിനകത്ത് വന്നപ്പം ഇവർ കളിക്കും. മാത്രമല്ല ബുദ്ധിര മറ്റേ എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി ബുദ്ധി ശ്രീരേഖ അതിനകത്തുണ്ട്. ഇവർ 3 പേർ ഈ ടീം വീണ്ടും നല്ല ഉയരത്തിലോട്ട് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഈ നെക്സ്റ്റിന് കാഴ്ചവെക്കാൻ പറ്റും. പിന്നെ ടണൽ ടീമായിട്ട് അപ്സര, ശരണ്യ, നന്ദന, സായി. അതിനകത്ത് തന്നെ 2 വേർതിരിവ് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. കാരണം അപ്സരയും ശരണ്യയും കൂട്ടാണ്, നന്ദനയും സായിയും ചങ്കുമാണ്. അപ്പോൾ ഈ പറയുന്ന ടണൽ തന്നെ 2ആയിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴേ. ഇനി ഡെന്ന് ടീമിൻ്റെ ക്യാപ്റ്റൻ ജിൻഡോയാണ്, അവർക്ക് ബാത്റൂം ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ സിജോയാണ്, അവർക്ക് കിച്ചൺ ഡ്യൂട്ടിയാണ്. സിജോയുടെ ടീമിനകത്ത് തന്നെ ജാസ്മിൻ വരുന്നുണ്ട്. ജാസ്മിൻ കഴിഞ്ഞ ആഴ്ചയും കിച്ചണായിരുന്നു, അതിനു മുമ്പും കിച്ചണായിരുന്നു. ടണൽ ടീമിന് ഫ്ലോറാണ്, അതിനകത്ത് നമ്മുടെ സായിയാണ് ക്യാപ്റ്റൻ. ഇനി ഈ പവർ റൂമിനകത്ത് നിന്നും സാധനങ്ങൾ, പഴയ കണ്ടസ്റ്റൻസിൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ എല്ലാവരും ആനയിച്ച് പവർ റൂമിൽ കയറുന്ന നോറയുടെ തലയിൽ കിരീടമൊക്കെ ഇരിക്കുകയാണ്. നമ്മുടെ നന്ദന ഒന്ന് സാധനങ്ങൾ എടുക്കാൻ വരുമ്പോഴത്തേക്കും നന്ദനയും നോറയും കൂടെ ഒന്ന് ഉരസി വേഗം സാധനമൊക്കെ പറക്കിക്കൊണ്ട് വെളിയിൽ കൊണ്ടുപോകും. പവർ റൂമാണ്, പവർ ഉണ്ട് എനിക്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പവർ കാണിക്കുകയാണ് നോറ. അങ്ങനെയാണെങ്കിൽ പവർ റൂമിലുള്ളവരെടുത്ത് പോയി പയ്യൊക്കെ സാധനങ്ങൾ പറക്കിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ, 2 കയ്യല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നന്ദനയും നോറയും കൂടെ കൊരുക്കുന്നുണ്ട്. നോറ ഇപ്പോഴേ അധികാരത്തിൽ കയറിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം നോറ പേഴ്സണൽ ഗ്രഡ്ജ് യൂസ് ചെയ്ത് കളിക്കുമോ അതോ വീഴുമോ എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ്. ലൈവിൽ ഇപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. ഇന്ന് ചലഞ്ചേഴ്സ് വരുന്നുണ്ട്, ആരാണെന്ന് അറിഞ്ഞിട്ടില്ല, അറിയുവാണെങ്കിൽ നിങ്ങളോട് ഞാൻ വന്ന് പറയാം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പം വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.